അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അമ്മാ ബഅദ്. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, സൂറത്ത് ദുഖാൻ തുടരുകയാണ്. 44-ാം അധ്യായം. ഇന്ന് നമ്മൾ ഈ സൂറത്തിലെ 43 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പാരായണം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ശജറതസ് സഖൂം طعامul അസീം كالمهل يغلي في البطون كغلي الحميم خذوه فاعتلوه إلى سواء الجحيم ثم صبوا فوق رأسه من عذاب الحميم ذق إنك أنت العزيز الكريم. إن هذا ما كنتم به تمترون. ഇനി ഈ ആയത്തുകളുടെ അർത്ഥവും ചെറുതായിട്ട് അതിൻ്റെ ആശയവും നമുക്കൊന്ന് പഠിക്കാം ഇൻഷാ അല്ലാഹ്. 43 മുതൽ 46 വരെയുള്ള ആയത്തുകൾ നമ്മൾ ഒന്നിച്ചാണ് നമ്മളിവിടെ വിശദീകരിക്കുന്നത്. കാരണം ചെറിയ ചെറിയ ആയത്തുകളാണ്, പരസ്പരം ബന്ധിതമാണ് ആയത്തുകൾ. അതുകൊണ്ട് ഈ 43, 44, 45, 46 എന്നീ 4 ആയത്തുകൾ നമ്മൾ ഒരുമിച്ചാണ് വിശദീകരിക്കുന്നത്. ഇന്ന ശജറതസ് സഖൂം طعامul അസീം كالمهل يغلي في البطون كغلي الحميم. ഇവിടെ അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. നേരത്തെ തൊട്ടു മുമ്പിലുള്ള കുറച്ച് ആയത്തുകളിലായിട്ട് ഖിയാമത്ത് നാളിൻ്റെ അവസ്ഥകളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചത്. അത് യാഥാർത്ഥ്യമാണെന്നും അന്ന് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ചുമൊക്കെ ചെറിയ കാര്യങ്ങൾ വിശദീകരിച്ചു. എല്ലാവരെയും വേർതിരിക്കും, നന്മ ചെയ്തവരെയും തിന്മ ചെയ്തവരെയും തമ്മിൽ വേർതിരിക്കും, അവർക്ക് അതിൻ്റേതായ ശിക്ഷയുണ്ടായിരിക്കും. ആ അന്ത്യദിനത്തിൽ ആർക്കും ആരെക്കൊണ്ടും ഒരു ഉപകാരവും കിട്ടുകയില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിച്ചവർക്കല്ലാതെ എന്നൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് പടച്ചറബ്ബ് പറയുകയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള കുറച്ച് ആയത്തുകളിൽ ദുർജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും അവസ്ഥ, അവിടെ പരലോകത്ത് ലഭിക്കാനിരിക്കുന്ന അവർക്കുള്ള ശിക്ഷയോ അല്ലെങ്കിൽ അവർക്കുള്ള സൗഭാഗ്യമോ ഒക്കെയാണ് ഇനിയുള്ള ആയത്തുകളിൽ വിശദീകരിക്കുന്നത്. അവിടെ അള്ളാഹു ആദ്യമായിട്ട് ഈ ഭാഗത്ത് വിശദീകരിച്ച് തുടങ്ങുന്നത് നിഷേധികളുടെ അവസ്ഥയെ സംബന്ധിച്ചാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഇന്ന ശജറതസ് സഖൂം, ഇന്ന തീർച്ചയായും, ശജറത്ത മരം, അസ്സഖൂം സഖൂം എന്ന മരം അഥവാ സഖൂം വൃക്ഷം, ത്വആമുൽ അസീം ത്വആം ഭക്ഷണമായിരിക്കും, അൽ അസീം പാപിയായവൻ്റെ, കുറ്റകൃത്യം ചെയ്ത് ജീവിച്ചവൻ്റെ ഭക്ഷണമായിരിക്കും ഈ സഖൂം വൃക്ഷം. കൽ മുഹ്ലി യഗ്ലി ഫിൽ ബുത്തൂൻ, കൽ മുഹ്ലി ഉരുകിയ ലോഹം പോലെ അല്ലെങ്കിൽ ടാറ് പോലെ, യഗ്ലി അത് തിളച്ചുകൊണ്ടിരിക്കും, ഫിൽ ബുത്തൂൻ വയറുകളിൽ ആ ഭക്ഷണം തിളച്ചുകൊണ്ടിരിക്കും. കഗല്യിൽ ഹമീം, ക പോലെ, കഗല്ലി തിളക്കുന്നത് പോലെ, തിളക്കൽ പോലെ, അൽ ഹമീം ചൂടുള്ള വെള്ളം, തിളച്ചുകൊണ്ടിരിക്കുന്ന
വെള്ളം തിളക്കുന്നത് പോലെ അത് അവരുടെ വയറുകളിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നരകവാസികളുടെ ഭക്ഷണമാണ്. അള്ളാഹു നമ്മളെയൊക്കെ അതിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകവാസികളുടെ ഭക്ഷണം അത് ഷജറത്തുൽ മൽഊൻ എന്നൊക്കെ വേറെ സൂറത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ശപിക്കപ്പെട്ട ഒരു മരമാണത്. അഥവാ ഈ സഖൂം വൃക്ഷം, നരകത്തിൽ ഉള്ള ഒരു വൃക്ഷം, അതിൽ നിന്നുള്ള ഭക്ഷണമാണ്, അതിൽ നിന്നുള്ള പഴമാണ് ഇവർക്ക് ഭക്ഷണമായിട്ട് നൽകുന്നത്. നരകവാസികൾക്ക് വിശന്ന് പൊരിയുമ്പോൾ അവർക്ക് ഭക്ഷണമായി നൽകുന്നത് ഈ സഖൂം എന്ന മരത്തിൽ നിന്നുള്ള ഭക്ഷണമാണെന്ന. അത് കഴിച്ചു കഴിഞ്ഞാൽ ആ വയറിൻ്റെ ഉള്ളിൽ കിടന്ന് ഇതിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അതും ഉരുകിയ ദ്രാവകം പോലെ, ഉരുകിയ ലോഹം, ചെമ്പ് ഉരുകിയതുപോലെ, അല്ലെങ്കിൽ ഇരുമ്പ് ഉരുക്കിയ ഉരുമ്പ് പോലെ, അല്ലെങ്കിൽ ചെമ്പ് പോലെ ഉണ്ടായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഉരുക്കിയ ടാറ് പോലെ ആയിരിക്കും. അത്ര കഠിനമായ ചൂടായിരിക്കും ഈ സഖൂം വൃക്ഷത്തിൽ നിന്ന് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് പോലും. അങ്ങനെ അത് വയറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയറിൽ കിടന്നുകൊണ്ട് അത് ചുട്ടു തിളക്കുന്ന വെള്ളം തിളക്കുന്നത് പോലെ വയറിൽ നിന്ന് തിളച്ചുകൊണ്ടിരിക്കും. അത്രയും ഗൗരവമേറിയ ശിക്ഷയാണ് നിഷേധികൾക്ക് അവിടെ പരലോകത്ത് ലഭിക്കാനുള്ളത്. ആദ്യമായിട്ട് തന്നെ ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ സ്വർഗ നരകങ്ങളിലെ അവസ്ഥകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് നരകത്തിൻ്റെ ചില അവസ്ഥകളാണ് ആദ്യമായിട്ട് വിശദീകരിക്കുന്നത്. അപ്പോൾ നിഷേധികളായ ആൾക്കാർക്ക് ലഭിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പാണിത്. ആദ്യമായിട്ട് അള്ളാഹു കുറച്ച് വഈദ്, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ നൽകുകയാണ്. അതിൻ്റെ ശേഷമാണ് സത്യവിശ്വാസികൾക്ക് ലഭിക്കാൻ പോകുന്ന സുഖ സൗകര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അവിടെ വെച്ചിട്ട് പഠിക്കാം. 47-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കാം. ഖുദൂഹു ഫഅ്തിലൂഹു ഇലാ സവാഇൽ ജഹീം. അള്ളാഹുവിൻ്റെ കൽപ്പന ഉണ്ടാകുക മലക്കുകളോട്, ഖുദൂഹു, നിങ്ങൾ അവനെ പിടിക്കുക. ഖുദൂ, പിടിക്കുക, നിങ്ങൾ പിടിക്കുക. ഹു, അവനെ. ഫഅ്തിലൂഹു, എന്നിട്ട് നിങ്ങൾ അവനെ വലിച്ചിഴക്കുക അല്ലെങ്കിൽ തള്ളിവിടുക. ഫ, ശേഷം ഇഅ്തിലൂ, നിങ്ങൾ തള്ളിവിടുക. ഹു, അവനെ, അല്ലെങ്കിൽ വലിച്ചിഴക്കുക, അങ്ങനെ അർത്ഥം പറയാം. അപ്പോൾ നിങ്ങൾ അവനെ വലിച്ചിഴക്കുക. പെരടിക്ക് പിടിച്ച് തള്ളുന്നതിനോ മുതുകിന് പിടിച്ചിട്ട് വലിച്ചു തള്ളിയിടുന്നതിനോ ഒക്കെയാണ് ഇഅ്തല എന്നുള്ള പദം പ്രയോഗിക്കാന്നാണ്. അപ്പോൾ ഫഅ്തിലൂഹു, ഇനി നിങ്ങൾ അവനെ തള്ളിവിടുക അല്ലെങ്കിൽ വലിച്ചിഴക്കുക. ഇലാ സവാഇ, മധ്യത്തിലേക്ക്. സവാഇന് ഇവിടെ അർത്ഥം മദ്യം, മധ്യഭാഗം. ഇലാ സവാഇ, മധ്യഭാഗത്തേക്ക്. അൽ ജഹീം, ജഹീമിൻ്റെ, ജഹീം എന്നാൽ നരകത്തിൻ്റെ മറ്റൊരു പേര്. അപ്പം നരകത്തിൻ്റെ അഥവാ കത്തിജ്വലിക്കുന്ന നരകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് അവനെ നിങ്ങൾ വലിച്ചിഴച്ച് കൊണ്ടുപോവുക എന്ന് നരകത്തിൻ്റെ കാവൽക്കാരായ മലക്കുകളോട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതായത് ഈ ദുർനടപ്പുകാരനായ മനുഷ്യൻ, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിട്ടുള്ള നിഷേധികൾക്ക് എല്ലാം വരാനിരിക്കുന്ന അവസ്ഥയാണ് സൂചിപ്പിച്ചത്. അങ്ങനെ അവനെ നരകത്തിൻ്റെ നടുക്ക് തന്നെ നിങ്ങൾ കൊണ്ടുപോയിടൂ എന്ന് മലക്കുകളോടുള്ള കൽപ്പനയും ഉണ്ടാകുന്നു. 48-ാമത്തെ ആയത്ത് വീണ്ടും അള്ളാഹു മലക്കുകളോടുള്ള കൽപ്പനയാണ്. ഇങ്ങനത്തെ എത്ര തന്നെ പറഞ്ഞു കൊടുത്തിട്ടും ഉൾക്കൊള്ളാൻ തയ്യാറാവാതിരുന്ന മനുഷ്യരെ എന്ത് ചെയ്യണമെന്നാണ് അള്ളാഹു വീണ്ടും പറയുന്നത്. 48-ാമത്തെ ആയത്തിൽ ثم صبوا فوق رأسه من عذاب الحميم. സുമ്മ, പിന്നെ, സുബ്ബു, അവനെ നിങ്ങൾ ചൊരിയുക, നിങ്ങൾ അവൻ്റെ മുകളിലൂടെ ഒഴിക്കുക. അപ്പം സുമ്മ സുബ്ബു, പിന്നെ നിങ്ങൾ അവൻ്റെ മുകളിലൂടെ ഒഴിക്കുക. ഫൗക, മുകളിൽ, റഅ്സിഹി, അവൻ്റെ തലയുടെ, റഅ്സ് തല, ഹി അവൻ്റെ. അപ്പോൾ സുമ്മ സുബ്ബു, പിന്നെ നിങ്ങൾ ഒഴിക്കുക അല്ലെങ്കിൽ ചൊരിയുക. ഫൗക റഅ്സിഹി, അവൻ്റെ തലയുടെ മുകളിലൂടെ നിങ്ങൾ ഒഴിക്കുക. മിൻ അദാബി, ശിക്ഷയിൽ നിന്ന്. അൽ ഹമീം, ചുട്ട് തിളക്കുന്ന വെള്ളമാകുന്ന ശിക്ഷയിൽ നിന്ന്. അഥവാ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഹമീം നരകത്തിലെ ഒരു ശിക്ഷയുടെ ഒരു ഭാഗമാണത്. നമ്മളവിടെ വെള്ളം തിളക്കുന്നത് പോലെയല്ല, അതിനേക്കാളുമൊക്കെ എത്രയോ ഇരട്ടി ചൂടുള്ള
തിളച്ചുകൊണ്ടിരിക്കുന്ന ആ നരകത്തിലെ ജലം അത് എടുത്തിട്ട് നിങ്ങൾ കോരി അവൻ്റെ തലക്ക് മുകളിലൂടെ ഒഴിക്കുക എന്നുകൂടെ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഏതാനും ആയത്തുകളിലെ നരകത്തിൻ്റെ ഭയാനകത, നരകശിക്ഷയുടെ ഭയാനകതയാണ് സൂചിപ്പിക്കുന്നത്. നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്, അല്ലെങ്കിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയാണ് പാപികളെ. എന്നിട്ട് അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് സഖൂം എന്ന വൃക്ഷത്തിൽ നിന്നുള്ള ഫലം അല്ലെങ്കിൽ പഴം. അതാണെങ്കിൽ ഉരുകിയ ലോഹം പോലെ തിളച്ചു മറഞ്ഞുകൊണ്ടിരിക്കുന്നു. വയറിലെത്തിയാൽ വയറിൽ കിടന്നു പോലും തിളക്കുകയാണ്. അത്രയും ചൂടുള്ള ഭക്ഷണം അവരെ കൊണ്ട് തീറ്റിക്കുന്നു, നരകവാസികളെ കൊണ്ട് തീറ്റിക്കുന്നു. അതിൻ്റെ പുറമെ ഇവരെ നന്നായി കത്തിജ്വലിക്കുന്ന ഏറ്റവും ചൂടുള്ള, അങ്ങനെയാണല്ലോ ഒരു അടുപ്പിൽ ഏറ്റവും ചൂടുണ്ടാവൽ അതിൻ്റെ മധ്യഭാഗത്തായിരിക്കുമല്ലോ. അതുപോലെ നരകത്തിൻ്റെ ഏറ്റവും ചൂടുള്ള ഭാഗമായ നരകത്തിൻ്റെ മധ്യഭാഗത്തേക്ക് തന്നെ നിങ്ങൾ അവനെ കൊണ്ടുപോകൂ, വലിച്ചു കൊണ്ടുപോയി അവിടെ ഇടൂ. അതോടൊപ്പം തന്നെ അവൻ്റെ തലക്ക് മീതെ ചുട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന നരകജലം അവൻ്റെ തലയുടെ മുകളിലൂടെ ഒഴിക്കൂ. ഇതൊക്കെ മലക്കുകളോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഈ ശിക്ഷയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക. അവിടെ നാളെ പരലോകത്തെത്തി നരകത്തിൻ്റെ മുമ്പിലെത്തി കൈകടിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ദുനിയാവിലെ ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് അള്ളാഹു വളരെ വ്യക്തമാക്കി തന്നിരിക്കുക. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്, വേദഗ്രന്ഥം നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂല് നമ്മളെ ഏൽപ്പിച്ചാൽ പോയത് അന്തിമ വേദഗ്രന്ഥം. അത് വള്ളിക്ക് പുള്ളിക്ക് വ്യത്യാസമില്ലാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിൻ്റെ വിശദീകരണം പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. വാക്കായിട്ട്, പ്രവൃത്തിയായിട്ട്, അംഗീകാരമായി കാണിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ കയ്യിലുണ്ടായിട്ടും മുമ്പിലുണ്ടായിട്ടും അതിനെ സംബന്ധിച്ചൊന്നും ചിന്തിക്കാതെ ഓരോരുത്തരും അവരവർക്ക് തോന്നിയ രൂപത്തിൽ ജീവിക്കുക, പാരമ്പര്യമായി ആചരിച്ചു വരുന്ന തെറ്റായ ആചാര അനുഷ്ഠാനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുക, അതൊക്കെ ആകുമ്പോൾ നാളെ പരലോകത്ത് അല്ലാഹുവിൻ്റെ ഭയാനകമായ ശിക്ഷയായിരിക്കും അവരെ കാത്തിരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. പ്രത്യേകിച്ച് അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശിക്ഷ ഏറ്റവും കൂടുതലുമായിരിക്കും. അള്ളാഹു നരകത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 49-ാമത്തെ ആയത്ത്, ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം. ഇവിടെ ദുഖ് എന്ന് വായിക്കുമ്പോൾ ഒന്ന് നിർത്തണമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നക്ക വന്നത്. ദുഖ് എന്നിടത്ത് നിർത്താതെയാണ് ഓതേണ്ടിയിരുന്നത് എങ്കിൽ അന്നക്ക എന്നാണ് പറയേണ്ടത്. അത് വ്യാകരണപരമായ കാര്യം. അപ്പോൾ ദുഖ് എന്ന് കഴിഞ്ഞിട്ട് ഒരു ചെറിയ നിർത്തൽ, ഒരുപാട് നിർത്തേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അവിടെ നിർത്തുകയും ചെയ്യാം. ജായിസ് ആയിട്ടുള്ള, അത് ജായിസാണ്, ശിലയാണ് എല്ലാം. പിന്നെ തജ്വീദിൻ്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്, അവിടെ വഖഫ് ജായിസാണ്, അങ്ങനെ നിർത്താം, നിർത്തിയിട്ടാണ് പോകേണ്ടത് എന്ന് പറയുന്നവരുണ്ട്. ശില കൂട്ടിയോതലാണ് നല്ലത് എന്ന് പറയുന്നവരുണ്ട്. എന്നാലും ഒരു ചെറിയ ഒരു ശ്വാസം വിടാത്ത വിധത്തിലുള്ള ഒരു നിർത്തൽ അവിടെ ആവശ്യമാണ്. അപ്പോൾ ഓതേണ്ടത് ദുഖ് ഇന്നക എന്നെ ഓതണം. ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം. ദുഖ്, നീ ആസ്വദിച്ചു കൊള്ളുക. ആ നരകവാസിയോടുള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. ദുഖ്, നീ ആസ്വദിച്ചു കൊള്ളുക. ഇന്നക്ക, തീർച്ചയായും നീ. ഇന്ന തീർച്ചയായും, ക നീ. അപ്പോൾ ഇന്നക്ക തീർച്ചയായും നീ. അന്ത നീ തന്നെ. അൽ അസീസ് പ്രതാപിയായിരുന്നല്ലോ. അൽ കരീം മാന്യനുമായിരുന്നല്ലോ. ഇന്ന് നീ ഇത് ആസ്വദിച്ചോ. ദുനിയാവിലെ ജീവിതത്തിൽ നീ വലിയ പ്രതാപിയായിട്ട് ജീവിച്ചു അല്ലേ, വലിയ മാന്യനായിട്ടായിരുന്നു നീ ജീവിച്ചിരുന്നത്. നിന്നെക്കാളും വലിയ ആളില്ല, എന്നെക്കാളും വലിയ പ്രതാപിയില്ല, എന്നെ തകർക്കാൻ ആരുമില്ല, എന്നെ തൊടാൻ ആർക്കും സാധ്യമല്ല, എന്നെപ്പോലത്തെ ഉയർന്നവൻ ഇന്നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് അഹങ്കരിച്ച് ജീവിച്ചവനായിരുന്നില്ലേ നീ. ഇന്ന് നീ ദുഖ്, ഇത് നീ ആസ്വദിച്ചു കൊള്ളുക. നരകത്തിൻ്റെ ശിക്ഷ നീ ഇന്ന് ആസ്വദിച്ചു കൊള്ളുക എന്ന് അവനോട് പറയുകയും ചെയ്യും. ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായി അബൂജഹലുമായി ഉണ്ടായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സംസാരം ഉദ്ധരിക്കുന്നുണ്ട് പല മുഫസ്സിറുകളും. അതിൻ്റെ ചുരുക്കം എങ്ങനെയാണ്? ഒരിക്കൽ
അബൂജഹലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. സൂറത്തുൽ ഖിയാമയുടെ ഏതാണ്ട് അവസാന ഭാഗത്തുള്ളത്. ഔലാ ലക ഫഔലാ സുമ്മ ഔലാ ലക ഫഔലാ. ആ ശിക്ഷ നിനക്ക് അർഹതപ്പെട്ടത് തന്നെ, അത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെ, വീണ്ടും ഞാൻ പറയുന്നു, അത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെ, അത് നിനക്ക് അർഹതപ്പെട്ടത് തന്നെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂജഹലിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഒരിക്കലും സംസാരിച്ചു എന്ന. അപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഞാൻ ഈ നാട്ടിലെ മാന്യനാണ്, ഞാൻ ഈ നാട്ടിലെ പ്രതാപിയാണ്, ഞാനിവിടുത്തെ അസീസാണ്, ഞാനിവിടുത്തെ കരീമാണ്. ഈ രണ്ട് മലകൾക്കിടയിൽ എന്നെക്കാളും ഉന്നതനായിട്ട് ആരുമില്ല. അഥവാ ഈ വാദിയിൽ, ഈ മലഞ്ചെരുവിൽ, മക്കയാണ് ഉദ്ദേശിക്കുന്നത്, ഈ മക്ക മലഞ്ചെരുവിൽ എന്നെക്കാളും മാന്യനായി, എന്നെക്കാളും പ്രതാപശാലിയായിട്ട് ഒരാളുമില്ല. മുഹമ്മദേ, നിനക്കോ നിന്റെ റബ്ബിനോ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്താ പറഞ്ഞത്? നിനക്കോ നിന്റെ റബ്ബിനോ എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്നും പറഞ്ഞുകൊണ്ട്, ഭീഷണി മുഴക്കിക്കൊണ്ട്, അല്ലെങ്കിൽ വീരവാദം മുഴക്കിക്കൊണ്ട്, കൈ കുടഞ്ഞ് കൈവലിച്ചുകൊണ്ട് ഇവന് അബൂജഹൽ പോയി എന്ന ആ സംഭവത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഖിയാമയിലെ ആ ഭാഗങ്ങൾ ഔലാ ലക ഫഔലാ എന്നൊക്കെ പറയുന്നത്, അതിൻ്റെ തൊട്ടു മുമ്പുള്ള ആയത്തൊക്കെ. അപ്പോൾ അത് അങ്ങനെ ഇവൻ കൈ വലിച്ചു പോയ സമയത്ത് നിന്റെ റബ്ബിന് നിനക്കോ നിന്റെ റബ്ബിനോ എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു പോയപ്പോൾ അവരോട് പറയാണ്, ദുഃഖേ, അങ്ങനത്തവനോട് പറയാ, എന്ത് ദുഃഖേ, നീ ആസ്വദിച്ചു കൊള്ളുക, ഇന്ന് നരകത്തിൻ്റെ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക. എന്തേ? ഇന്നക അന്തൽ അസീസുൽ കരീം. നീയല്ല പറഞ്ഞിരുന്നത് നീ വലിയ മാന്യനാണ്, വലിയ പ്രതാപിയാണെന്നല്ല പറഞ്ഞിരുന്നത്, നീ ഇന്നത് ആസ്വദിച്ചു കൊള്ളുക. അവിടെ അസീസ് കരീം എന്നൊക്കെ പറഞ്ഞത് അബൂജഹൽ അന്ന് അവിടെ പറഞ്ഞ വാക്ക് അള്ളാഹു എടുത്ത് ഉദ്ധരിക്കുകയാണെന്നാ. നാട്ടിലെ ദുനിയാവിലെ വലിയ മാന്യനായിരുന്നല്ലോ, വലിയ ആളായിരുന്നല്ലോ നീ, അല്ലേ? അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരം, നമ്മളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അതിലാരും മോശക്കാരല്ല. എല്ലാവർക്കും അവനവനെ പറ്റിയുള്ള ധാരണ വലിയ വലുതാ. അഭിമാനം വേണം, അതൊക്കെ നല്ലത് തന്നെയാണ്. ഞാൻ മോശക്കാരനല്ല എന്നുള്ള ചിന്തയൊക്കെ നല്ലത് തന്നെ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്നെ വെല്ലാൻ ആരുമില്ല എന്ന രൂപത്തിലുള്ള ഒരു ചിന്തയും, എൻ്റെ അടുത്താണ് നേട്ടങ്ങളുള്ളത്, എല്ലാവരും എന്നെ ആശ്രയിക്കേണ്ടവരാണ്, ഞാൻ പറയുന്നത് അംഗീകരിക്കേണ്ടവരാണ് എല്ലാവരും, അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് ഞാൻ കേൾക്കേണ്ടവനല്ല, ഞാൻ സ്വീകരിക്കേണ്ടവനല്ല, ഞാൻ കൽപ്പിക്കാൻ അർഹതപ്പെട്ടവനായ എന്ന രൂപത്തിലുള്ള ആ പൊങ്ങച്ചം നടിച്ച് ദുനിയാവിൽ ലഭിച്ചിട്ടുള്ള സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, പേര്, പ്രശസ്തി, അവയെല്ലാം വെച്ചുകൊണ്ട് എന്നെക്കാളും മേലെ വേറെ ആളില്ല എന്ന രൂപത്തിൽ, ഇന്നാട്ടിൽ മറ്റാളില്ല എന്ന രൂപത്തിൽ ജീവിക്കുന്നവരെല്ലാവരും കരുതിയിരിക്കേണ്ടതാണ്. വിനയമാണ് ഒരു വിശ്വാസിയുടെ മുഖമുദ്ര, താഴ്മയാണ് വിശ്വാസിയുടെ സ്വഭാവം. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ച് നോക്ക്, റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കാളും മേലവിടെ ആരാളുള്ളത്? അതിനേക്കാളും വലിയ ഉന്നതനായ വ്യക്തി ആരാളുള്ളത്? അതിനേക്കാളും വലിയ പ്രതാപം ഈ ദുനിയാവിൽ ആർക്കാളുള്ളത്? ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം താഴ്മയോടുകൂടിയാണ് ജീവിച്ചത്, എത്രമാത്രം താഴ്മയോടുകൂടിയുള്ള വർത്തമാനങ്ങളാണ് പ്രവാചകൻ സംസാരിക്കാറുള്ളത്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അതാ ഒരു വിശ്വാസിക്ക് മാതൃക. മാന്യനായിരിക്കുക. മാന്യനായാൽ മാത്രം പോരാ, മാന്യനാണെന്ന് വിചാരിച്ചാൽ പോരാ, താഴ്മയും വിനയവും കാണിക്കണം ഒരു വിശ്വാസി. എല്ലാവരോടും വിനയം കാണിക്കേണ്ടവനാണ്. അതൊന്നും ഈ അബൂജഹലിനുണ്ടായിരുന്നില്ല. അവനിങ്ങനെ എന്നെക്കാളും വേറെ ആളില്ല എന്നും പറഞ്ഞ് ഞാനാണ് അസീസ്, ഞാനാണ് കരീം എന്നും പറഞ്ഞ് നടന്നവനാ. അവനോടാ പറയുന്നത്, ആസ്വദിച്ചു കൊള്ളുകടോ, ഇന്ന് നീ ആസ്വദിച്ചു കൊള്ളുക, ഈ നരകത്തിൻ്റെ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് അവനോട് പറയപ്പെടും. തുടർന്ന് അല്ലാഹ് പറയാണ്, തുടർന്ന് പറയുന്നതേ 50-ാം ആയത്ത്, ഇന്ന ഹാദാ മാ കുൻതും ബിഹി തംതറൂൻ. ഇന്ന, തീർച്ചയായും, ഹാദാ, ഇത്, ഈ നരകത്തിൻ്റെ ശിക്ഷ, നരകവും നരകത്തിലെ ശിക്ഷയുമൊക്കെ, മാ കുന്തും, നിങ്ങളായിരുന്നതാണ്, മാ ഒന്ന്, കുന്തും, നിങ്ങളായിരുന്നു, ബിഹി, ആ വിഷയത്തിൽ, അതിനെപ്പറ്റി, തംതറൂൻ, സംശയാലുക്കളായിരുന്നു, സംശയിച്ചിരിക്കുകയായിരുന്നു. നരകോ അങ്ങനൊന്നും ഉണ്ടാവുമോ? ഇതൊന്നും ഉണ്ടാവില്ലാന്ന്. അവിടെ കാവൽക്കാരായ മലക്കുകളോ, ഇതൊന്നും ഉണ്ടാവില്ല. ശിക്ഷയോ, അതൊന്നും ഉണ്ടാവില്ല. ഒക്കെ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുക, ആസ്വദിച്ച് ജീവിക്കുക. അതങ്ങ് മണ്ണായിക്കഴിഞ്ഞാൽ, മരിച്ച് മണ്ണായിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം എന്താ ആവാനാന്ന്? കഴിഞ്ഞില്ലേ? മരണത്തോടു കൂടെ എല്ലാം കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണല്ലോ മരണത്തെ തിരഞ്ഞെടുക്കുന്നത് പലരും.
ആത്മഹത്യയെ തിരഞ്ഞെടുക്കുന്നത് മരണത്തോടുകൂടെ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന് വിചാരിച്ചിട്ടാ. എല്ലാം മുക്തിയായി എന്നാ ചിന്ത, വിചാരതാണ്. ഒന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ എന്നുള്ളതാ. ഇല്ല, മരണത്തോടുകൂടെ രക്ഷപ്പെടുകയല്ല, ശിക്ഷയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത് എന്ന് തിരിച്ചറിവാ വേണ്ടത്. മനുഷ്യർക്കൊരു പരിധിവരെ ഇല്ലാതായതാ. ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം ജീവൻ ഒടുക്കുക, വിഷം കുടിക്കുക, കെട്ടിത്തൂങ്ങുക, അല്ലെങ്കിൽ അതേപോലെയുള്ള വേറെ എന്തെങ്കിലും. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായി എന്നില്ല, ആയി എന്ന ആ ചിന്തയാണ് ഇതിനെ പ്രേരിപ്പിക്കുന്നത്, ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. ഇസ്ലാം വളരെ വിലക്കിയിട്ടുള്ള ഒരു കുറ്റമാണ്. താരതമ്യേന മുസ്ലിങ്ങൾക്കിടയിലാണ് ആത്മഹത്യാ നിരക്ക് കുറവ് എന്നാണ്. അത് വിശ്വാസത്തിൻ്റെ ദാർഢ്യത കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ മരണമാണ് തങ്ങളുടെ എല്ലാ കാര്യത്തിൻ്റെയും അവസാനം, അതോടുകൂടെ രക്ഷപ്പെട്ടു, ലോകത്തെ ജീവിത പ്രയാസങ്ങളിൽ നിന്ന് ഒക്കെ മുക്തി നേടി എന്നുള്ള ഒരു ഒളിച്ചോട്ടമാണ് ആത്മഹത്യ പോലെയുള്ളത്. മരണത്തോടുകൂടെ കൈവിട്ടൊന്നും ഇല്ല, മരണത്തോടുകൂടെ ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുനിയാവിൽ എത്രമാത്രം കഷ്ടതകളും വിഷമങ്ങളും ഉണ്ടായാലും അതൊക്കെ സഹിക്കാൻ കഴിയുന്നതാണ്. ദുനിയാവിലെ ഏത് വേദനയാവട്ടെ, ഏത് രോഗമാകട്ടെ, എല്ലാം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വേദനയില്ലെന്നോ രോഗമില്ലെന്നോ അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എത്ര തന്നെ കൂടുതൽ ഇവിടെ യാതനകളും വേദനകളും ഉണ്ടെങ്കിലും ഒരു മനുഷ്യന് ഒരു പരിധി വരെയൊക്കെ ക്ഷമിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. അവൻ്റെ ശരീരത്തിന്, മനസ്സിന് താങ്ങാവുന്നതേ ഉള്ളൂ. അതേ സമയത്ത് നരകത്തിലെ ശിക്ഷ അതൊരു തരത്തിലും താങ്ങാൻ കഴിയാത്തതാണ്. അനന്തമായ ശിക്ഷയാണ്, കാലാകാലത്തേക്കുള്ള ശിക്ഷയാണ്, അല്ലേ? നമ്മൾ ഓർത്തു നോക്ക്. അതോ അവിടുത്തെ ചൂട്, നരകത്തിൻ്റെ ചൂട് ഇവിടുത്തെ ചൂടാണോ? അല്ലേ, ഇവിടുത്തെ ചൂടാണോ? കല്ലുകൾ കത്തിക്കപ്പെടുകയാണ്. കല്ല് നമുക്കിവിടെ കത്തുന്നത് നമ്മൾ സാധാരണ കാണാറില്ല, കത്തിക്കാൻ കഴിയും. അതൊക്കെ അതിൻ്റേതായ സൗകര്യത്തിലും ഫാക്ടറിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംവിധാനമൊക്കെ വെച്ചാൽ കല്ലും കത്തും, കല്ലും ഉരുകും. അപ്പോൾ ആ കല്ലുകൾ കത്തിക്കപ്പെടുന്ന നരകത്തിയിലേക്കാണ് അവൻ്റെ ശിക്ഷ, അവന് ചെന്നെത്തുന്നത്. അതും അവിടെ വെറുതെ കിടന്നാൽ പോരാ, വയറിൻ്റെ ഉള്ളിലേക്ക് നിർബന്ധപൂർവം തിളച്ചു മറിയുന്ന ലോഹദ്രാവകത്തിന് തുല്യമായ സഖൂം മരത്തിൻ്റെ പഴങ്ങൾ കഴിപ്പിക്കുകയാണ്. അതേ സമയത്ത് അവൻ നരകത്തിലാണ്. തലയിലൂടെ നരകത്തിൻ്റെ നരകാഗ്നിക്ക് സമാനമായ ആ വെള്ളം തലയുടെ കൂടെ ഒഴിക്കാനുള്ള കൽപ്പനയാണ്. മലക്കുകളൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ശിക്ഷയിൽ നിന്ന് സംശയാലുക്കളാണ്, അതൊന്നും ഉണ്ടാവില്ല, നീ എന്ത് പൊട്ടത്തരായി പറയുന്നത്, ഇതെത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട്, ഇതൊന്നും നിർത്തിക്കൂടെ നിങ്ങൾക്ക് എന്ന് പറയുന്ന ആധുനിക സമൂഹം, ഈ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചു കൊള്ളുക എന്ന് പറയുന്ന വർത്തമാനകാല സമൂഹം, അവർ കരുതിയിരിക്കുക, ഈ സംശയിച്ച് നിൽക്കുന്നതൊക്കെ യാഥാർത്ഥ്യമായി പുലരുന്ന ഒരു ദിവസം നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്നു എന്ന ഓർമ്മ വേണം. നമ്മളെയൊക്കെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നരകത്തിൻ്റെ സർവ്വശിക്ഷകളിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തുന്ന മുത്തഖികളിൽ, നരകമോചനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതകാലത്തും മരണാനന്തരവും അള്ളാഹു നമുക്ക് സുഖവും സൗഖ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസത്തോടുകൂടെ ജീവിക്കാൻ, നന്മ ചെയ്ത് ജീവിക്കാൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം നമുക്കുണ്ടാകുമാറാകട്ടെ. മരിക്കുമ്പോൾ ഈമാനോടുകൂടെ തൗബയോടുകൂടെ മരിക്കാനും മരണാനന്തരമുള്ള ജീവിതത്തിൽ നരകത്തിൻ്റെ എല്ലാ ശിക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗീയ സുഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവരും സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.